മോഹൻ വരുന്നുണ്ട് ഫയർവർക്സിന്. You coming for the fireworks? So because of the smoke. ഫയർവർക്സ് നടത്തുന്ന ആരാ? July 4th ആയില്ല, July 1 ഉള്ള നാളെ. റിനു എന്നെ കൂടെ കൊണ്ടുപോകണേ. ഞങ്ങളെല്ലാം വരുന്നുണ്ട് ഫയർവർക്സ്. എല്ലാരും വരുന്നുണ്ട്. അതെ. ഹലോ, ചാച്ചാ, നമുക്കിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. 2 സെക്കൻഡ് ഇടുന്നു. 8:06 അല്ലേ? 18 പേര് കയറി. ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി താമസിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. ആരാ ഇന്ന് സ്ക്രോൾ ചെയ്യുന്നേ? മലയാളം ഞാൻ സ്ക്രോൾ ചെയ്യാം. എനിക്ക് അറിഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച വരണമെന്നുള്ള അറിഞ്ഞില്ലായിരുന്നു. ഇന്ന് ഞാൻ ഉണ്ട്, സ്ക്രോൾ ചെയ്യാം. വയലച്ചൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദിവ്യഭവനത്തിന്റെ അടുത്ത പാഠ്യപദ്ധതി അനുഗ്രഹീതമായി തുടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം കർത്താവേ. അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് കുറച്ചുകൂടി ക്രമീകൃതമായി ഞങ്ങളുടെ അറിവുകളെ ദേശത്തിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ തേച്ചു മിനുക്കുന്നതിനുള്ള നല്ല അവസരമായതിനെ കാണുവാൻ ദൈവം സഹായിക്കണം. പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഇത് ഒരു പാഠ്യപദ്ധതിയായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രമീകൃതമായി കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവർക്കും ഞങ്ങളുടെ അറിവ് പകർന്നു കൊടുക്കുവാനും സഭയുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളുടെ വരും തലമുറകളെ പിടിച്ചു നിർത്തുവാനും ഉപയുക്തമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേവലം ഇതിൻ്റെ സംക്ഷിപ്തമൊക്കെ എഴുതി അത് പൂർത്തീകരിക്കുക ഉപരി പ്രായോഗികമായി ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ദൈവികമായിരിക്കുന്ന ഈ ബോധനം കൊണ്ട് ഞങ്ങളുടെ തലമുറയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവമിടയാക്കണം. രാസനതലത്തിൽ ഇതിൻ്റെ ചുമതല നിർവഹിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്നവരെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിതാക്കളായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണം. ഏറ്റവും ശ്രേഷ്ഠമായി പഠന പദ്ധതി പൂർത്തീകരിക്കുവാൻ ദൈവസംഗതിയാക്കണം. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ഗുഡ് ഈവനിങ് എവരിവൺ. രണ്ടാമത്തെ യൂണിറ്റ് ആണ്.
ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ചോദിച്ചാ വാട്സാപ്പിലൂടെ ഞാൻ അയച്ചിട്ടുണ്ട്. ആ ഡോക് ഫയൽ അത് തന്നെയാണ്. ജസ്റ്റ് ചെക്ക്. യൂണിറ്റ് 2 പോകാം നമുക്ക് പ്ലീസ്. യൂണിറ്റ് 2 ലെസൺ 1 ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദ തോട്ട് പ്രോസസ് ഓഫ് സെയിന്റ് പോൾ, പൗലോസ്ലീഹയുടെ ചിന്താധാര എന്നുള്ളതാണ്. പൗലോസ്ലീഹയുടെ ചിന്തയിൽ ആരാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠത്തില് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. Christology based on experience. That means Saint Paul's own experience. ഒരു അൺമ്യൂട്ട് ചെയ്തിട്ട് വർത്തമാനം പറയുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. സംശയങ്ങളുള്ളപ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. Christology based on Saint Paul's own experience എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. Second one is Jesus the eternal Son. നിത്യപുത്രൻ എന്നുള്ള ആശയത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. റിസറക്ഷൻ ആൻഡ് ഹെൻസ് അവർ ലോർഡ്. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതുകൊണ്ട് നമ്മുടെ കർത്താവായി എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത് ഇവിടെ പറയുന്നതായ കാര്യം പൗലോസ്ലീഹായുടെ ക്രിസ്റ്റോളജിയാണ്. ആ ക്രിസ്റ്റോളജിയിൽ പ്ലീസ്. യേശുക്രിസ്തു ആര് എന്ന് സൂചിപ്പിക്കുകയാണ്. പൗലോസിന്റെ ചില പ്രസ്താവനകളുണ്ട്. ക്രിസ്തുവിനെ അറിയുക എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ദാറ്റ് മീൻസ് ഐ ഡോണ്ട് വാണ്ട് ടു all I want is to know Christ. Philippians 3:10. What is life? എന്താണ് ജീവിതം? To me it's Christ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. Death then will bring more. Philippians 1:21. അതുകൂടാതെ so it is no longer I who live, but it is Christ who lives in me. Galatians 2:20 പറയുന്നത് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവനകളിലൂടെ യേശുക്രിസ്തുവിനാണ് തന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ളത് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള വിശദീകരണമാണ് അവിടെ വായിക്കുന്നത്. അടുത്ത ഹെഡിങ് സൺ ഓഫ് ഗോഡ് ദ ഇറ്റേണൽ വൺ. ദൈവപുത്രൻ, നിത്യനായിരിക്കുന്ന ദൈവപുത്രൻ എന്നുള്ള ആശയമാണ് രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1-2 ലേഖനങ്ങളിൽ ഒഴികെ മറ്റെല്ലാത്തിലും യേശുവാണ് ദൈവപുത്രൻ എന്ന് തന്നെയാണ്, യേശു ദൈവപുത്രൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ എന്നതിനേക്കാൾ ഉപരി പൗലോസ്ലീഹ എഴുതുന്നത് സൺ ഓഫ് ഗോഡ് എന്നുള്ള കാര്യമാണ്. Paul has been picturing Christ as Son of God. Galatians 2:20, 3:26, 2 Corinthians 1:19, Ephesians 4:13, Romans 1:13 എല്ലാം. There is a history behind the Son of God. The pharaohs of Egypt used to be called in that title. അന്നത്തെ ഫറോമാര് അങ്ങനെ വിളിക്കപ്പെട്ടിരുന്നു, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന്. പഴയ നിയമമൊക്കെ പരിശോധിച്ചാലുള്ള വിശദീകരണങ്ങളാണ് താഴോട്ട്. എക്സോഡസ് 4:22,
Job 1:6, Hosea 2:1, Isaiah 31. ഈവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളെപ്പോഴും സംശയം ഉന്നയിക്കുന്നതാണ്, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അരികിൽ വന്നു എന്നൊക്കെ ഉള്ള ആ ഒരു യൂസേജ്. അപ്പോ ദൈവപുത്രൻ എന്നുള്ള ആശയം അന്നത്തെ പല മേഖലകളിലും ഉള്ളതാണ്. അതിനെ യഥാർത്ഥ ദൈവപുത്രൻ യേശുക്രിസ്തുവാണെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി പൗലോസ്ലീഹായുടെ ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്, ദ ഇറ്റേണൽ വൺ, നിത്യനായിരിക്കുന്ന ദൈവപുത്രൻ യേശുക്രിസ്തു മാത്രമാണെന്ന് തന്റെ ലേഖനങ്ങളിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ആ ഒരു പാരഗ്രാഫിലെ വിശദീകരണം. പിന്നീട് നമ്മൾ കാണുന്നത് പുനരുത്ഥാനവും കർത്താവ് എന്നുള്ള പദവി അടുത്ത ഹെഡിങ്ങിലേക്ക്, റിസറക്ഷൻ ആൻഡ് പൊസിഷൻ ലോഡ്. അപ്പൊ ഒന്ന് നമ്മൾ കണ്ടത് സൺ ഓഫ് ഗോഡ് എന്നുള്ള യൂസേജ് ആണ്. അടുത്തത് ലോഡ്, കർത്താവ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളില് മാർത്തോമാ ശ്ലീഹയെ പ്രത്യേകമായിട്ട് ഓർക്കണം. മാർത്തോമാ ശ്ലീഹയുടെ ആ വലിയ ഡിക്ലറേഷൻ ആണ് നമ്മൾ കാണുന്നത്. മാർത്തോമാ ശ്ലീഹയുടെ ഡിക്ലറേഷനിൽ നമ്മൾ കാണുന്നതായ കാര്യം, പ്രബോധങ്ങൾ. ആരാ ഈ സംസാരിക്കുന്നത്? നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ, അല്ലെങ്കിൽ മിണ്ടാതിരുന്ന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. അതിന്റെ സമയം നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതെ പ്ലീസ്. സോറി ഫോർ ദി ട്രബിൾ. റിസറക്ഷൻ ആൻഡ് പൊസിഷൻ ലോഡ്, കർത്താവ് എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മാർത്തോമാ ശ്ലീഹായുടെ ഈ ഡിക്ലറേഷൻ നിങ്ങൾ ഓർക്കണം. മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള വിളി. അപ്പൊ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. കർത്താവ് എന്ന് പറയുമ്പോൾ വീണ്ടെടുത്തു നമ്മളുടെ ഉടയവനായി. ലോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോഡെന്നും നാഥൻ എന്നും ഉടയവൻ എന്നും പറയുമ്പോൾ നമ്മൾ ആരുടെ വകയാണ്, അതാണ് ലോഡ് എന്ന് പറയുന്നത്. ദ നെയിം ലോഡ്. അതിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരിക. നിങ്ങൾക്ക് അത് പിന്നെ വായിച്ചു നോക്കുമ്പോഴത്തേന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എളുപ്പം. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുന്നത് നമ്മൾ അവന്റെ വകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം എന്ന് പറയുന്നത് നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷിതാവ്, അതുപോലെ അതോടൊപ്പം തന്നെ നമ്മെ പൂർണ്ണമായി നിത്യതയിലേക്ക് നയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലുമാണ്. അതുകൊണ്ട് സൺ ഓഫ് ഗോഡ് എന്നുള്ള, ലോഡ് എന്നുള്ള ഈ യൂസേജ് നമ്മൾ കാണുന്ന സമയത്ത് ഇത് രണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ബാക്കി വായിച്ചു നോക്കി കഴിയുന്ന സമയത്ത് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഹി ഹാസ് അതോറിറ്റി ആൻഡ് ലോഡ്ഷിപ്പ് ഓവർ ഓൾ ക്രിയേഷൻ. അവസാനത്തെ ആ പാരഗ്രാഫില്, ഐ സോളംലി പ്രോമിസ് ബൈ ഓൾ ദാറ്റ് ഐ ആം, എവരി വൺ വിൽ കം ആൻഡ് നീൽ ബിഫോർ മീ ആൻഡ് വോ ടു ബി ലോയൽ ടു മീ. ഐസയ 45:23 ഈ ലോഡ്ഷിപ്പ് പറയുന്നുണ്ട്. അത് വീണ്ടും ഫിലിപ്പിയർ 2:10 പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. റെവലേഷൻസിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഈ പാട്ട് നമ്മൾ പാടുന്ന അതിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസിയും അതിന്റെ പൂർത്തീകരണവും വെളിപാട് പുസ്തകത്തിൽ വരെയുള്ള കാര്യങ്ങളുമാണ്. എസ്പെഷ്യലി ഫിലിപ്പിയൻ 2:10 പോൾ ഇന്റർപ്രറ്റ്സ് the statement of a prophet about Jehovah as connected to Christ. ഈ കർത്താവ് എന്നുള്ള വാക്ക് നിങ്ങൾ ഒരു കാര്യം കൂടെ അതിനകത്ത് മനസ്സിലാക്കിയിരിക്കണം. ഈ യാഹ്വേ എന്നുള്ള വാക്ക് ദൈവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി യഹൂദന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ നിയമത്തിൽ യാഹ്വേ എന്ന, യഹോവ എന്നുള്ള വാക്ക്. എന്നാൽ അവർ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന സമയത്ത് അവർക്ക് യാഹ്വേ എന്നുള്ള ദൈവത്തെ അങ്ങനെ യഹോവ എന്ന് വിളിക്കാനുള്ള മടി കൊണ്ട് YHWH എന്ന് മാത്രമേ അവർ എഴുതാറുള്ളൂ. പിന്നീട് അവർക്ക് അത് അഭിസംബോധന ചെയ്യാൻ വേണ്ടി അതിനെ അഡോണായി എന്നവർ മാറ്റി. അഡോണായി എന്ന വാക്ക് മാറ്റി അവർ ഉപയോഗിച്ചു. ആ അഡോണായിയുടെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് കർത്താവ് എന്ന വാക്ക്. അതുകൊണ്ട് ദൈവത്തെ കർത്താവ് എന്ന് പറയുമ്പോൾ ലോഡ്ഷിപ്പ്, അതുകൂടാതെ ഈ ഒരു ചരിത്രത്തിന്റെ ഈ ഒരു കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ യഹോവയെ കർത്താവ് എന്ന് യഹൂദന്മാർ വിളിച്ചു. അതേ അർത്ഥത്തിൽ തന്നെയാണ് ദൈവത്വവും അവന്റെ കർത്തൃത്വവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് എന്ന വാക്ക് പൗലോസ്ലീഹായും പുതിയ നിയമത്തിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹയുടെ ഡിക്ലറേഷൻ മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത് ഇത്രയേറെ പ്രസക്തി ഉള്ളത് എന്നും കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുക.
ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ അധ്യായം വായിച്ചു കഴിയുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ലെസൺ 2. വാട്ട് ഡിഡ് ജീസസ് ക്രൈസ്റ്റ് ഡു? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എഴുതി വെച്ചോണം, അവസാനം ചോദിക്കണം. വാട്ട് ഡിഡ് ജീസസ് ക്രൈസ്റ്റ് ഡു? എന്തുവായിരുന്നു അവന്റെ സാൽവേഷൻ എക്കോണമി, റിഡംഷൻ ആക്ട് എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് റിഡംഷൻ ആക്ട്സ് ഓഫ് ക്രൈസ്റ്റ്, metaphors used related to Exodus, related to creations, from sacrifice, from the seat of judgment, what is faith എന്ന് തുടങ്ങിയ കുറച്ച് വിശദമായിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുകയാണ്. വളരെ ചുരുക്കമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിലും ധാരാളം അടിസ്ഥാനങ്ങളുള്ള ഒരു അധ്യായമാണിത്. അതിനകത്ത് യേശുക്രിസ്തു എന്താണ്, വാട്ട് ഡിഡ് ജീസസ് ക്രൈസ്റ്റ് ഡു ഫോർ അവർ റിഡംഷൻ, നമ്മുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി യേശുക്രിസ്തു എന്തു ചെയ്തു എന്നുള്ളതാണ്. അതിനകത്ത് റിഡംഷൻ എന്നുള്ളത്, വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് നമുക്ക് പരിചയപ്പെടുകയാണ് ആദ്യം. ദ മീനിങ് ഓഫ് ദ വേർഡ് റിഡംഷൻ ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ബേസ്ഡ് ഓൺ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ജൂയിഷ് റിലീജിയൻ. റോമൻസ് 3:24, 1 Corinthians 1:30. ഇപ്പോ വീണ്ടെടുപ്പ് എന്നുള്ളതിനെ പഴയ നിയമ സഭയുടെ ചിന്താധാരയുമായിട്ട് ചേർത്തുകൊണ്ട് വീണ്ടെടുപ്പ് എന്നുള്ളതിനെ അവതരിപ്പിക്കുകയാണ്. ദ മീനിങ് ഓഫ് ദി ഈക്വലന്റ് ഹീബ്രു വെർബൽ ഈസ് ടു റിട്രീവ് ഓർ പ്ലേസ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ മാനർ ദ വൺ ദാറ്റ് ഹാഡ് ബീൻ ലോസ്റ്റ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ് ഈ റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നുള്ളത്. ടു റിഡീം എ സ്ലേവ് മീൻസ് ലീഡ് ഹിം ടു റിയൽ ഫ്രീഡം ഫ്രം ഹിസ് സ്ലേവറി. Israel was people of God, but they were slaves in Egypt. For them, redemption means bringing them back to freedom to enjoy their rights with Jehovah. Please refer Psalms 77:15, Exodus 6:6 and 15:13. Bringing back the Israelites for their exile in Babylon is pictured as redemption by Isaiah. അപ്പോൾ ഈജിപ്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ബാബിലോണിയ പ്രവാസത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്തിനു വേണ്ടിയാ? മോശ ആദ്യം പോയി ഫറവോനോട് പറയുന്നത് അറിയാം, ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ അവന്റെ ജനത്തെ വിട്ടയക്കണമേ എന്നാണ് ആദ്യമേ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയി ഇതിനകത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം. അപ്പോൾ റിഡംഷൻ ടു വർഷിപ്പ് ദെയർ ഗോഡ്, ദ ട്രൂ ഗോഡ്. അപ്പം സത്യദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും തിരികെ വരിക, നഷ്ടപ്പെട്ടു പോയത് തിരികെ എത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് റിഡംഷൻ എന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അഡോപ്റ്റഡ് ടു ഗീവ് സ്റ്റാറ്റസ് ഓഫ് ഗോഡ്സ് ഓൺ സൺ, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി തിരിച്ചു തരിക, ആ ഒരു ദത്തെടുക്കുക. നമ്മൾ അന്യാധീനപ്പെട്ടു പോയെങ്കിലും പുത്രത്വ പദവിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ മാമോദീസയുടെ സമയത്താണെങ്കിൽ കർത്താവെ നിനക്ക് നിന്റെ മകനും നിന്റെ ഏകജാതന് സഹോദരനുമായി തീരുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാമോദീസ ഓരോ പൈതലിനെ മുക്കുന്നത്. പിതാവിനോട് പറയുകയാണ് നിനക്ക് മകനും, യേശുക്രിസ്തുവിനെ പറ്റി പരാമർശിച്ച് പറയുക നിന്റെ ഏകജാതന്, ഓൺലി ബിഗോട്ടൺ സൺ, ദിസ് ചൈൽഡ് വുഡ് ബി സിബ്ലിംഗ് ഫോർ ഹിം എന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞാൽ മശിഹായുടെ സഹോദരനുമായി തീരുവാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മളെയും പിതാവാം ദൈവത്തെ വിളിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, എൻ്റെ പിതാവിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളായി തീരുന്നു, ആ പിതാവിന്റെ മക്കളായി നമ്മളെല്ലാവരും തീരുന്നു എന്നുള്ളതാണ്. അതാണ് അഡോപ്റ്റഡ് ടു ഗീവ് സ്റ്റാറ്റസ് ഓഫ് ഗോഡ്സ് ഓൺ സൺ. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് അത് വായിക്കുക. ന്യൂലി ക്രിയേറ്റഡ്, പുതിയ സൃഷ്ടിയായി തീരുന്നു. അത് വളരെ കൃത്യമായി കൊരിന്ത്യ ലേഖനത്തിൽ നമുക്കറിയാം. 2 Corinthians 5:17, when anyone is joining to Christ, he is a new being. The old one is gone, the new has come. ഇത് വളരെ കൃത്യമായിട്ട് പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. പിന്നെ റെക്കൺസിലിയേഷൻ എന്നുള്ളതാണ് അടുത്ത ആശയം. അപ്പൊ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പാകട്ടോ ഇതെല്ലാം. നമ്മളെ മക്കളാക്കുന്നു, നമ്മളെ ദത്തെടുക്കുന്നു, നമുക്ക് റെക്കൺസിലിയേഷൻ നൽകുന്നു, പുതിയ സൃഷ്ടി ന്യൂലി ക്രിയേറ്റഡ് ആകുന്നു, നമ്മളെ റെക്കൺസിലിയേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവനുമായിട്ട് നിരപ്പിലേക്ക് വരിക, സമാധാനത്തിലേക്ക് വരിക. ദ റിയൽ എഫക്ട് ഓഫ് ആഡംസ് ഫോൾ വാസ് ദാറ്റ്
and animosity was developed with God, even between man and man too, as we see in Cain and Abel incident. അപ്പോൾ ഈ എനിമിറ്റി എന്ന് പറയുന്നത് ദൈവവും ആദ്യ മനുഷ്യനായ ആദമും തമ്മിൽ ഉണ്ടായി. പിന്നീട് ഉണ്ടായ ഒരു വാക്ക് സിബിലിംഗ് റൈവൽറി എന്ന വാക്ക് പോലും ഉണ്ടായത് കയന്റെയും ഏബലിന്റെയും തമ്മിലുള്ള ആ ഒരു റൈവൽറിയിൽ നിന്ന് ഇങ്ങനെ ഒരു യൂസേജ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സിബിലിംഗ് റൈവൽറി എന്നുള്ള സത്യത്തിൽ കയനിലും ഹാബേലിലും തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ കയനിൽ തുടങ്ങിയ കാര്യമാണ്. ഹാബേൽ അതിന്റെ സാക്ഷിയായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ, വിറ്റ്നസ് ആയിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക, ഒരു റെക്കൺസിലിയേഷൻ, ഇങ്ങനെയുള്ള വിഭാഗീയ ചിന്തകളെല്ലാം മാറ്റിയിട്ട് ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിലേക്കും സമാധാനത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാകര പദ്ധതിയുടെ അടുത്ത ആശയമായി പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്. അത് ധാരാളം വാക്യങ്ങളൊക്കെയാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. ക്രൈസ്റ്റ് ദ സിൻ ഓഫറിംഗ് സാക്രിഫൈസ്, പാപപരിഹാരയാഗമാണ് ക്രിസ്തു. Another metaphor taken is the sacrifice associated with Jewish religious rituals. This was something which could be easily understood by people of those days. God assigned Jesus Christ as a means for redeeming people from their sins. കുറച്ചുകൂടി ഒന്ന് can you please zoom in a little more, maybe 100 and yeah that's enough. Okay, thank you. Offered him so that by his sacrificial death he should become the means by which people's sins are forgiven through their faith in him. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് വേണ്ടിയുള്ള പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ആണ്. 1 Corinthians 5:7 Paul says that Christ is the Passover lamb that has been sacrificed for mankind. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തു പൗലോസ് ശ്ലീഹ പറയുകയാണ്, നമുക്ക് വേണ്ടിയുള്ള പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഹി ബിക്കെയിം എ സാക്രിഫിഷ്യൽ ലാം ഫോർ അസ്. അതൊരു വീണ്ടെടുപ്പിന്റെ റിഡംഷൻ അല്ലെങ്കിൽ സാൽവേഷൻ എക്കോണമിയുടെ മറ്റൊരു മെറ്റഫറായിട്ട് പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുകയാണ്. അടുത്ത ജസ്റ്റിഫൈയിങ് ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. എങ്ങനെയാണ് ഇതൊക്കെ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമായിട്ട് തരുന്നത്? faith in Jesus Christ എന്നുള്ളത്. Here we have picture of the court of law, but this has to be understood in the light of Old Testament thought processes and Jewish faith. Normally the word justify means ensuring justice. This means to initiate proper steps, punish the guilty and exonerate the innocent എന്നുള്ളതാണ്. എന്നാൽ പാപികളായിരിക്കും നമ്മെ തെറ്റ് ചെയ്ത് പോയവരെയും അവർക്ക് ശിക്ഷ ഇല്ലാതെ, അതുകൊണ്ടാണ് ഈ കൃപയും കരുണയും എന്ന് പറയുന്ന രണ്ട് വാക്ക്, ഗ്രേസ് ആൻഡ് മേഴ്സി. വാട്ട് ഈസ് ഞാൻ ഒരു നാടി ചെയ്യുവാണ്, അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യമല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ചില സൂചനകൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേസ് ആൻഡ് മേഴ്സി എന്ന് ചോദിച്ചാൽ, ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യം കിട്ടുന്നതാണ് കൃപ എന്ന് എൻ്റെ ഡെഫിനിഷനാണ് ഇതൊക്കെ കേട്ടോ. കൃപ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. കൃപ എന്ന് പറയുന്നത് ഐ എം ഗെറ്റിംഗ് സംതിങ് ദാറ്റ് ഐ എം നോട്ട് ഡിസേർവിങ്. എനിക്ക് അർഹതയില്ലാത്ത ഒന്ന് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കൃപ. കരുണ, മേഴ്സി എന്ന വാക്ക്, റഹ്മോ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അർഹതയുള്ളത് കിട്ടാതിരിക്കുന്നതാണ്. എൻ്റെ ഡെഫിനേഷൻ ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. എനിക്ക് അർഹതയുള്ളത് കിട്ടാതിരിക്കുക. എനിക്ക് എന്നാ അർഹതയുള്ളത്? പി.സി. ജോർജ് അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് അച്ഛന് നല്ല അടിയുടെ അർഹതയുണ്ട്. അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ, എൻ്റെ നിന്നോടുള്ള സമീപനം അനുസരിച്ച് എനിക്ക് അടികൾക്ക് അർഹതയുണ്ട്. അടികളെയും നിൻ കോപത്തിൻ വടി, ദ റോഡ് ഓഫ് യുവർ റാത്ത്, ഇത് മാറണം എന്ന് നമ്മൾ അല്ലേ നമ്മുടെ ആരാധനയിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദാറ്റ് ഈസ് മേഴ്സി എന്ന് പറഞ്ഞാൽ അത് കരുണയാണ്. അപ്പൊ ഇവിടെ ജസ്റ്റിഫൈയിങ് ത്രൂ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് എന്നുള്ള വാക്ക് സത്യത്തിൽ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയാണ്. പക്ഷെ
തെറ്റ് ചെയ്തവർക്ക് ആ ശിക്ഷയിൽ നിന്നുള്ള ഇളവാണ് നീതി എന്നതുകൊണ്ട് പൗലോസ്ലീഹ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുക. ഈ കാര്യം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ കരുണ എന്ന് പറയുന്നത് എനിക്ക് അർഹത ഉണ്ടായിട്ടും കിട്ടാതിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയവരുടെ എല്ലാം ഈ കരുണ എന്ന വാക്കാ സത്യത്തിൽ ഒത്തിരി നമ്മുടെ ആരാധന ലിറ്റർജിയിലൊക്കെ നമ്മൾ ഒത്തിരി ഈ അനുഗ്രഹം, ബ്ലെസ്സിങ്, ഗ്രേസ് ആൻഡ് മേഴ്സി, ഈ 3 കാര്യങ്ങളും ഇന്റർചേഞ്ചബിളി നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണ കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ടാണ്. പലതും മാത്രകളൊക്കെ ശരിയാകാൻ ഇപ്പം മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ എന്നാണ് നമ്മൾ പാടുന്നത്. സത്യത്തിൽ വാക്യം 103-ാം സങ്കീർത്തനം 13-ാം വാക്യം പിതാവിന് തന്റെ മക്കളോട് കരുണ, റഹ്മോ, മേഴ്സി എന്ന വാക്ക് അവിടെ കൃപയല്ല. പക്ഷെ അവിടെ മാത്രം ശരിയാകണമെങ്കിൽ പാട്ട് പാടുമ്പോൾ കൃപയെന്ന് എഴുതിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. നീതി, ഞങ്ങളെ നീതീകരിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് എന്നോട് അത് ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ, അതോ 18-9 മുതലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. ആ ഒരു ഭാഗം ക്ലിയർ ആകാനായിട്ട് ഞാൻ ഇതോടെ പറയാം. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോകുന്നു. ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ സാധിക്കാതെ മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചു, കുറിയലായിസോൻ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെന്ന എഴുതിയേക്കുന്നത്. അപ്പൊ അതാണ് നീതി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റിസ് എന്ന വാക്കുകൊണ്ടും റൈച്ചിയസ്നെസ് എന്ന വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനെ പിന്നീട് ഈ പുതിയ ആത്മീയതയൊക്കെ വന്നപ്പോൾ അവര് സോളാ ഫിഡെ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായി, ഒരു തിയോളജി ഇൻ ഇൻവേർട്ടഡ് കോമേഴ്സ്. സോളാ ഫിഡെ എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ റിച്വൽ കൊണ്ട് കുർബാനയും മാമോദീസയും നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്ന ഒരു ആശയം. അതിപ്പം നമ്മുടെ പലരും അതിനകത്ത് വശീകരിക്കപ്പെട്ടു പോകും, പലപ്പോഴും പല കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഈ പ്രവൃത്തിയും വിശ്വാസവും ഇത് രണ്ടും ഒരുപോലെ പോകണം എന്നുള്ളതാണ് കേട്ടോ. പ്രവൃത്തിയും, യാക്കോബ് അതുകൊണ്ടാണ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് പറയുന്നത് യാക്കോബ്. അതുകൊണ്ട് പ്രവൃത്തിയും വേണം, വിശ്വാസവും വേണം. അതുകൊണ്ട് റൈച്ചിയസ്നെസ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത് എന്നുള്ളത് എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത റോൾ ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാ. പോൾ ഹാസ് ബീൻ എക്സ്പ്ലെയിനിങ് ദി റിഡംഷൻ ആക്ട്സ് carried out by God through Jesus Christ using various metaphors. However, man has to learn how to earn this redemption from God. Paul replies to this through faith. Help the community who are vulnerable in the society, who have homes, അൺമ്യൂട്ട് ചെയ്യാവോ? come forward and bless and help them be sorry. ഓക്കെ അച്ഛൻ, സോറി അച്ഛൻ. Okay, no worries. ഇന്നിടയ്ക്ക് വേറെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് ആൾക്കാരല്ലേ? അല്ല, എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ആരോ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ലെസൺ 3 നമുക്ക് പോകാം. ലൈഫ് ഇൻ ഹോളി സ്പിരിറ്റ്, അത് പൗലോസ്ലീഹയുടെ അടുത്തൊരു ആശയമായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫെയ്ത്ത്, എക്സ്പെക്ടേഷൻസ് ഓഫ് ജൂയിഷ് റിലീജിയൻ ആൻഡ് റാബീസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് പോൾ, ക്രൈസ്റ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് എ പേഴ്സൺ, thoughts in the epistle to Corinthians, symbols of Holy Spirit എന്നീ കാര്യങ്ങളാണ് ഇതിനകത്ത്. Background of Paul's faith. 2 vital aspects are to be borne in mind here. Paul was a Jew. Insights about soul have come to him from his Jewish tradition. However, Paul became a Christian and his Jewish tradition was subjected to Christ's influence on him. Thus, these 2 aspects have played crucial roles in formulating his thoughts, Jewish tradition and experience in Christ. ഈ 2 കാര്യങ്ങൾ, ഈ 2 ബാക്ക്ഗ്രൗണ്ട്, ജൂയിഷ് ട്രഡീഷനും ഉണ്ട്, എക്സ്പീരിയൻസ് ഇൻ ക്രൈസ്റ്റും ഉണ്ട്. സോ ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരോട് പറയുന്നതിന് വേണ്ടി, എസ്പെഷ്യലി ത്രൂ ഹിസ് ലെറ്റേഴ്സ്, യഹൂദന്മാരും യവനന്മാരും ഉണ്ട്. ജാതികളുടെ അപ്പോസ്തലനായിരുന്നെങ്കിലും യഹൂദന്മാരോട് ധാരാളം കാര്യങ്ങളിൽ തിയോളജിക്കൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ പൗലോസ്ലീഹ എഴുതുന്നത് ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഈ 2 ബാക്ക്ഗ്രൗണ്ടും പൗലോസ്ലീഹയുടെ വിശ്വാസത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള അനുഭവം, പിന്നെ യഹൂദ മത സാംസ്കാരിക ചരിത്ര പശ്ചാത്തലവും എന്നുള്ളതാണ് ആ
ഖണ്ഡികയിൽ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഹെഡിങ് പ്ലീസ്. റിലേഷൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും തമ്മിൽ there are statements about Christ and Holy Spirit which look similar. Love of God is made available to us through Christ and Holy Spirit. The believers experience peace in Christ and in Holy Spirit. Christ and Holy Spirit gives life. Christ and Holy Spirit lives in the hearts of believers. അപ്പോൾ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ഒന്ന് ചേർത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പൗലോസിന്റെ സാമർഥ്യം ഈ എസ്പെഷ്യലി റോമാലേഖനം ശരിക്കും നമ്മൾ പഠിക്കേണ്ട ലേഖനം. ഒത്തിരി കാര്യങ്ങൾ, ഭയങ്കര ആശയങ്ങളാണ് അതിനകത്ത്. ഇപ്പോൾ നോക്കി അവിടെ എഴുതിയേക്കുന്ന റെഫറൻസ് എല്ലാം മിക്കവാറും ഫിലിപ്പീൻസിൽ നിന്നും കൊരിന്ത്യൻസിൽ നിന്നും 2 റെഫറൻസ് ഒഴികെ ബാക്കി മുഴുവൻ റോമാലേഖനത്തിൽ നിന്ന്. അപ്പം പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. 2, ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ തന്നെ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ ഒരു ആവിയായിട്ടോ അരൂപിയായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ ഇഷ്ടം. പക്ഷേ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. Paul has not been considering spirit as enlightenment but as a person like Christ and believed so. Spirit searches everything, even the hidden depths of God's purpose. 1 Corinthians 2:10. In words taught by the Spirit indicate the person Spirit. In words taught by Spirit. 1 Corinthians 2:3 സൂചിപ്പിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഹീസ് എ പേഴ്സൺ, ഹീസ് എ ടീച്ചർ എന്നുള്ള അർത്ഥത്തിലാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ട് പോയി. അവൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഹി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സൺ. നമ്മുടെയും വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്ന സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും എന്ന് പറയുന്ന ആരെയാ? പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സൂചനയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ കർത്താവ്, ലോഡ് എന്ന് തന്നെയാണ് നമ്മുടെ ഓരോ കൺഫെഷനിലും, ക്രീഡിന്റെ കൺഫെഷനിലും നമ്മൾ തന്നെ ഓർക്കുന്നതായ കാര്യം. And do not make God's Holy Spirit sad, for the Spirit is God's mark of ownership on you, a guarantee that day will come when God will set you free. Ephesians 4:30. ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നു. അടുത്തത് ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. 1 Corinthians chapters 12-14. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, അതൊന്നും വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, വളരെ കൃത്യമായ സൂചനകൾ അവിടെ ഉണ്ട്. അടുത്ത ഹെഡിങ് സിംബൽസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. 2 കാര്യങ്ങൾ മലയാളത്തിൽ അച്ചാരം, അതിന് ഗ്യാരണ്ടി എന്ന ഇംഗ്ലീഷിൽ സൂചിപ്പിക്കുന്നത്. പിന്നീട് മുദ്ര, സീൽ എന്നുള്ള 2 വാക്കുകൾ, ഈ 2 സിംബൽസ്. ദ ഗ്രീക്ക് ടേം അറാബൺ ആണ് അച്ചാരം എന്നുള്ള വാക്കിന്, ഗ്യാരണ്ടി എന്നുള്ള വാക്കിന് പറയുന്നത്. 2 Corinthians 5:5, Ephesians 1:40. ഇവിടെ 2ഉം പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളായിട്ട് സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അച്ചാരം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നു. ആ അച്ചാരം എന്ന വാക്ക്, ദ ഗ്രീക്ക് ടേം അറാബൺ യൂസ്ഡ് ഇൻ mercantile dealings denotes an agreement between the parties as having come to a settlement decision on the price and other related matters. അപ്പോൾ ഒരു ഉടമ്പടി എന്നുള്ളതാണ് അച്ചാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 Corinthians 1:22, Ephesians 1:14, 4:13 ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. The concept sealed in spirit too is a metaphor taken from business transactions to ensure that the safety of an object, there is a system of sealing it. അല്ലെ, ഓക്കെ എന്നടിച്ച് അതിന്റെ ഒരു വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ നൽകുന്നതായ കാര്യം. അപ്പൊ ഈ 2 ആശയങ്ങളാണ് അച്ചാരം എന്നതും മുദ്ര എന്നതുകൊണ്ടും ഗ്യാരണ്ടി എന്നതും സീൽ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക്. ലെസൺ 4, എക്ലീസിയോളജി, സഭാവിജ്ഞാനീയം. The anxiety about church. Ecclesia means church of God, holy men, house of God, bride of Christ, body of Christ. ഇങ്ങനെയുള്ള ആശയങ്ങളിൽ സഭയെ, പൗലോസ്ലീഹായുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സഭയെ പറ്റി സൂചിപ്പിക്കുന്നത്. സഭയെ പറ്റിയുള്ളൊരു ആങ്സൈറ്റി എപ്പോഴും പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നു.
എക്ലീസിയ എന്നുള്ള വാക്ക്, ഗ്രീക്ക് വാക്ക് സഭ, ചർച്ചിൻ എന്നുള്ളതിനെ പറ്റി എക്ലീസിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്ലീസിയ മീൻസ് ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സഭയാണ് എക്ലീസിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്ലീസിയ ഇസ് ദ വേർഡ് യൂസ് ടു മീൻ church in Greek language. There is a Greek background and a Hebrew background for this. Of these two, Hebrew one is dominant in Paul. The word used in Hebrew meaning proclamation of God's message is kwahel. Kwahel എന്നുള്ള വാക്കാണ് എക്ലീസിയ എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്നത്, which is translated as ecclesia in Septuagint version. Deuteronomy 9:10, 18:16. As a community, Israel had the call to become people of God. അതാണ് എക്ലീസിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഭ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ സഭയാണ്, ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെതാണ് സഭ എന്ന്, ദൈവമാണ് അതിൻ്റെ ഉടയവൻ, ദൈവമാണ് അതിൻ്റെ തല, നമ്മളെല്ലാം ആ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്ന് പറഞ്ഞ് ആ ഒരു ക്ലോസ് റിലേഷൻ വിത്ത് ഗോഡ്, ഗോഡ് ഹിംസെൽഫ്. ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ അതാ അതിനർത്ഥം. ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെയാണ് സഭ, നമ്മളതിൻ്റെ അവയവങ്ങളാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഗോഡ്സ് പീപ്പിൾ ഓർ സെയിൻസ്, ദൈവജനത്തെ എപ്പോഴും പൗലോസ്ലീഹ വിളിക്കുന്ന വിശുദ്ധന്മാർ എന്നുള്ള വാക്കുണ്ട്. ഗോഡ്സ് പീപ്പിൾ, അതിന്റെ വിശദീകരണങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വിശുദ്ധന്മാർ. പിന്നീട് ഗോഡ്സ് ഹൗസ്, ദൈവഭവനം എന്ന് സൂചിപ്പിക്കുക. യു ആർ ഗോഡ്സ് ബിൽഡിംഗ്, 1 Corinthians 3:9. In him the whole building is joined together and rises to become a holy temple in the Lord. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ഒരു മന്ദിരമായി വളരുന്നു എന്ന് പറയുക, വിശുദ്ധ ആലയമായിട്ട് വളരുന്നു. എഫേഷ്യർ 2:21. വളരെ ഗഹനമായ ആശയങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഗോഡ്സ് ഹൗസ് നമ്മളെ തന്നെ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് പറയുമ്പോൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, യു ആർ ദ ബിൽഡിംഗ് ഓഫ് ഗോഡ്. പിന്നീട് സഭയെ പറ്റി സൂചിപ്പിക്കും ക്രൈസ്റ്റ് ബ്രൈഡ് എന്നുള്ളതാണ്, യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ. ഹസ്ബൻഡ്സ് ലവ് യുവർ വൈഫ്സ് ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ലവ് ദ ചർച്ച് ആൻഡ് ഗേവ് ഹിംസെൽഫ് അപ്പ് ഫോർ ഹെയർ. മശിഹ സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് പറയുന്നതായ കാര്യം. അടുത്ത ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഞാനത് ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ദൈവത്തിന്റെ ശരീരമാണ്, അവൻ തലയാണ്, നമ്മൾ ശരീരമാണ്. ഹി ഈസ് ദ ഹെഡ് ആൻഡ് വി ആർ ദ ഓർഗൻസ് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം പ്ലീസ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ അധ്യായത്തിൽ ഉള്ളത്. ഇനി ചാപ്റ്റർ 5 ഞാൻ ഇച്ചിരി പെട്ടെന്ന് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയല്ലോ. നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലരും. ഇല്ലാത്തവർ എഴുതി തുടങ്ങിക്കോ, എത്രയും പെട്ടെന്ന് തന്നെ എഴുതി തുടങ്ങി ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ എന്നുള്ള രീതി മാത്രം ഈ ക്ലാസ്സിനെ എടുക്കുകയും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഫോളോ ചെയ്യാനൊന്നുമല്ല, എങ്കിലും കുറച്ച് വെളിച്ചം കിട്ടുമെങ്കിൽ നല്ലതെന്നുള്ള രീതിയിൽ എന്നെക്കാളും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ലെസൺ 5 പറയുന്ന അബൌട്ട് ദ സാക്രമെന്റ്സ് ഓഫ് ഹോളി ബാപ്റ്റിസം ആൻഡ് ഹോളി കുർബാന. ഹോളി ബാപ്റ്റിസം ഇൻ ദ ഏർലി ചർച്ച് ട്രഡീഷനിൽ ആ ബാപ്റ്റിസവുമായിട്ടുള്ള ബന്ധം, ഇപ്പം ഉദാഹരണത്തിന് 1 കൊരിന്ത്യൻസില് പൗലോസ്ലീഹ പറയുന്നത് പഴയ നിയമ ഇസ്രയേൽ വെള്ളത്തിലൂടെ കടന്ന് മോശയോട് ചേർന്നു എന്ന്, അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്നാണ് വായിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലെ കാര്യം ബാപ്റ്റിസത്തെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, മോശയോട് ചേരുക എന്ന് പറയുന്ന പോലെ തന്നെ ക്രിസ്തുവിനോട് ചേരുവാനാണ് പുതിയ നിയമസഭയിലെ ബാപ്റ്റിസം എന്നുള്ള ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുക. ഈ ബാപ്റ്റിസം വാസ് ഇൻ ഫോഴ്സ് right from the very beginning of the church. ഒന്നാമത്തെ കാര്യം അങ്ങനെ പറയുന്നു. എൻട്രി ടു ക്രിസ്ത്യൻ ചർച്ച് വാസ് ത്രൂ entry Christ church through baptism. The practice that was being followed during early days was baptizing in the name Christ after proclaiming faith.
baptizing in the name of Holy Trinity was developed later. Matthew 28:16 നമ്മളത് വായിക്കുന്നുണ്ട്. During the time of Paul, baptizing the children of Christian parents had no relevance. Gentiles were accepting the good news and were joining the church. Families as a whole joining Christian church, which would have had children also. Baptism was not something that was an external ritual. It was a source of spiritual blessing and experience. In other words, Apostolic Church accepted baptism as a sacrament. Gift of Holy Spirit was understood to be in relation with baptism, in as much as that whoever were baptized were believed to have received Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:38 Acts 2:30 വായിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. മക്കളെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ടെക്ന എന്നുള്ള ഗ്രീക്ക് വാക്ക്. ടെക്നയുടെ അർത്ഥം ഇൻഫൻസ് എന്ന ശിശുക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ, അബാലവൃദ്ധം സകലർക്കും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഒരു സംശയവും ഇല്ലാതെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ബാപ്റ്റിസത്തെ പറ്റിയുള്ളത്. ഇൻ ക്രൈസ്റ്റ്, ടു ബിക്കം ഇൻ ക്രൈസ്റ്റ്. പിന്നെ പോൾ സ്ട്രെങ്തനിങ് ദ ഫെയ്ത്ത് ഓൺ ബാപ്റ്റിസം. ഓക്കെ, മുന്നോട്ട് പോകാം. ബാപ്റ്റിസം ഇൻ ടു ക്രൈസ്റ്റ്, അതാ ഞാൻ പറഞ്ഞ ആശയം, മുമ്പേ പറഞ്ഞ ആശയം. ബാപ്റ്റിസം ഇൻ ടു ക്രൈസ്റ്റ്. റിന്യൂവൽ ഓഫ് ലൈഫ്, ജീവന്റെ പുതുക്കം. റോമാലേഖനം 6:11 പറയുന്നുണ്ട്, ഇൻ ദ സെയിം വേ കൗണ്ട് യുവർസെൽഫ് ഡെഡ് ടു സിൻ ബട്ട് അലൈവ് ടു ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ടു, യേശുക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചു എഴുന്നേറ്റതുപോലെ നിങ്ങളും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റിന്യൂവൽ ഓഫ് ലൈഫ്, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഹോളി കുർബാനയെ പറ്റി എസ്പെഷ്യലി 1 Corinthians പറയുന്നത്, ദ അപ്പോസ്റ്റൽ വാസ് കമ്പൽഡ് ടു റൈറ്റ് അബൌട്ട് ഹോളി കുർബാന, സീയിങ് the misdeeds and bad traits in the church of Corinth. അവിടെ പറയുന്നത് 1 Corinthians 11:23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് നല്ല റെഫറൻസ് ആണത്. കുർബാന is the Christian Passover. Therefore, my dear friends, flee from idolatry. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്. A further mention of Holy Kurbana comes up in the context of certain separatists move within the church. ഇങ്ങനെ വേർപെട്ടു പോകാനായിട്ടുള്ള പല ഡിവിഷൻസ് ഒക്കെ ഉണ്ടായ സമയത്തും ഗ്രൂപ്പിസം ഉണ്ടായ സമയത്തും ഒക്കെ വിശുദ്ധ കുർബാനയെ പറ്റി കൃത്യമായൊരു ധാരണ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എസ്പെഷ്യലി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്. പിന്നെ താഴോട്ട് പോകുന്ന സമയത്ത് അത്രയുമാണ് വിശുദ്ധ കുർബാനയെ പറ്റിയും മാമോദിസായെ പറ്റിയും വളരെ ഭംഗിയായിട്ട്. നിങ്ങൾ മാമോദിസായെ പറ്റി ഞാനിത് വായിച്ചു നോക്കിയപ്പോഴ്, ഞാൻ ഇത്ര ചുരുക്കമായിട്ടാണ് നിങ്ങളോട് പറയുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം ഗോത്രൂ ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. അച്ഛൻ ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് വളരെ ആഴമായ അർത്ഥത്തിലാണ്. ശരിക്കും നിങ്ങൾ വായിച്ചു തന്നെ നിങ്ങൾ ഇത് എഴുതുക, ബ്രീഫ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയലാണ് ഇത് പഠിക്കാനായിട്ട് കേട്ടോ. അതും കൂടി ഞാൻ പ്രത്യേകിച്ച് ഒന്നുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നു. ലെസൺ 6 നമ്മൾ വായിക്കുന്നത് വ്യൂസ് ഓഫ് പോൾ ഓൺ എസ്കറ്റോളജി. യുഗാന്ത്യത്തെ പറ്റി പൗലോസ് ശ്ലീഹായുടെ വീക്ഷണങ്ങളാണ്. അതിന്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് എന്ത്, യുഗാന്ത്യം ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് എന്ത്, ദ ഏജ് ടു കം ഹാസ് കം ഇൻ ക്രൈസ്റ്റ്. വരുവാനുള്ള യുഗം എന്ന് പറഞ്ഞ് ഇത്രയും നാൾ നോക്കിയിരുന്നത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു, യേശുക്രിസ്തുവിൽ വന്നു കഴിഞ്ഞു, അത് ആരംഭിച്ചു കഴിഞ്ഞു. സെക്കൻഡ് കമ്മിങ്ങോടുകൂടി അതിന്റെ പൂർത്തീകരണം ഉണ്ടാകും. വാട്ട് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ഹൗ, സൈൻസ് ബിഫോർ സെക്കൻഡ് കമ്മിങ്, റിസറക്ഷൻ, ജഡ്ജ്മെന്റ്, ഫുൾനെസ് ഓഫ് ടൈം, അത് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് മെസ്സിഹ യുഗം, അത് മെസ്സിയാനിക് ഇറ എന്നുള്ളത് യേശുക്രിസ്തുവിൽ ആരംഭിച്ചു. സെക്കൻഡ് കമ്മിങ്ങോടുകൂടി അത് പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് മാറാനാത്ത എന്നൊക്കെ പൗലോസ് ശ്ലീഹ എപ്പോഴും പറഞ്ഞിരുന്നു, കർത്താവേ വേഗം വരണമേ എന്നൊക്കെ പറഞ്ഞിരുന്നു. മോറാനാത്ത, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് പോൾ സേസ് അബൌട്ട് ദിസ് ക്ലിയർലി വി മസ്റ്റ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് the Jewish background on this subject.
the Jews believed in 2 ages. They divided history into 2, namely the present age. ഇപ്പോൾ വർത്തമാനകാലം, that remains subjected to satanic forces and suffering from evil designs, and second is the age to come, which is subjected to total authority of God and also relying on him. അപ്പൊ ദൈവത്തിന്റെ നിത്യവാഴ്ച ഉണ്ടാകുന്ന ഏജ് ടു കം, ഈ 2 ആശയങ്ങൾ യേശുക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ നമ്മൾ റിന്യൂ ചെയ്യപ്പെട്ടു എങ്കിലും നമുക്ക് ഇപ്പോഴും അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, ഇറ്റേണൽ ലൈഫ് എന്നുള്ളതിന്റെ പൂർത്തീകരണം, it will be completed through the second coming of Jesus. Till then we have to go through these 2 experiences. നമ്മളെ വീണ്ടെടുക്കപ്പെട്ടു എങ്കിലും പിശാച് നമ്മളെ പോരാടി അവൻ നമ്മളെ വീഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആശയം. അതുകൊണ്ട് എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കണം, ഉണർവോടും ഉത്സാഹത്തോടും കൂടി ഇരിക്കണം എന്നുള്ള ഈ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഈ 2നെയും സൂചിപ്പിക്കുന്നത്. ഏജ് ടു കം ഹാസ് കം. ഇനി വരാനുള്ള യുഗം യേശുക്രിസ്തുവിൽ വന്നു കഴിഞ്ഞു, എന്നാൽ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്, സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി എന്നുള്ള ആശയമാണ് ഇവിടെ എല്ലാം ഈ വിശദീകരണത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, അതിനെപ്പറ്റി പറൂസിയ, അപ്പോക്കലിപ്സ്, ഈ 2 വാക്കുകൾ പ്രത്യേകമായിട്ട് നമ്മളെ പറ്റി 2 times used by Paul in the above context attracts our attention. Parousia is a Greek word meaning presence and coming. This was the word used when an emperor or such high dignitaries visit a place under their sovereignty. After resurrection, Jesus Christ in his full glory reigns from heaven with authority and lordship. At the end of this age, he will come again to earth. That would be with power, glory, and greatness. This coming is to raise those who are in sleep and to join them with people here. Along with this, all evil would be annihilated. അപ്പോക്കലിപ്സ് എന്നുള്ളൊരു മറ്റൊരു വാക്കും സൂചിപ്പിക്കുന്നുണ്ട്. is another Greek word that means revelation or unveiling. This is the second word being used by Paul to denote second coming of Christ. After resurrection and glorification, Christ is enthroned at the right hand side of God the Father in heaven, wielding authority over all forces. Therefore, God exalted him to the highest place and gave him the name that is above every name. അവൻ സകലത്തിലും മീതെ അവനെ ഉയർത്തി സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി എന്നുള്ള, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. ഈ പാട്ടൊക്കെ പാടുമ്പം ഈ തിയോളജിയൊക്കെ നമ്മൾ ഓർത്തോണം. He must reign until he has put all his enemies under his feet. However, he has not yet revealed his kingship and exaltation to the world now. At his second coming, these will be revealed. At the name of Jesus, every knee should bow in heaven and on earth and under the earth, and every tongue confess that Jesus Christ is Lord. Philippians 2:10. Every knee shall bow, every tongue confess that Jesus Christ is God. അങ്ങനല്ലേ പാട്ട്? അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാവും കൺഫസ് ചെയ്യും, യേശു മാത്രം കർത്താവ് എന്നുള്ളത്, ഈസ് ലോർഡ് എന്നുള്ളത്. ഇനി ഇവന്റ്സ് ബിഫോർ ദ സെക്കൻഡ് കമ്മിങ് എന്തൊക്കെയാണ്? Reflections of Paul's faith in second coming of Christ are seen mostly in the epistle to Thessalonians. In the first epistle, there is a mention of Christ coming to take the saints. They are there and they are advised to wait expectantly. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. But some among them started thinking that the day of the Lord has already come, maybe because of heretic teachings from some other sources or having misunderstood what was taught by Paul. Thus, Paul had to write a second epistle to them
where an incident that would take place prior to second coming is specifically pointed out. Don't let anyone deceive you in any way എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന കാര്യം. പിന്നീട് റിസറക്ഷൻ ആൻഡ് ജഡ്ജ്മെന്റ്, എല്ലാവരുടെയും പുനരുദ്ധാനവും ന്യായവിധിയും എന്നുള്ള വിഷയത്തെ പറ്റിയും പൗലോസ് ശ്ലീഹ, by his power God raised the Lord from the dead and he will raise us also. Paul also says, but Christ has indeed been raised the dead, the first fruit of those who have fallen asleep. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അങ്ങനെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ 1 Corinthians 15 വിശദമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യം ഒക്കെയാണ് ഈ അധ്യായത്തിലെ പരാമർശം. താഴോട്ട്, everything one in Christ. The ultimate goal is to regain the unity and harmony in the wholeness of creation which was lost in sin. നഷ്ടപ്പെട്ടതിനെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കുക, സകലവും ക്രിസ്തുയേശുവിൽ സമ്പൂർണമാക്കുക. Ephesians 1:10. Redemption aims at establishment of peace through Christ to reconcile everything in heaven and earth with God. അപ്പം സ്വർഗത്തിലും ഭൂമിയുള്ള സകലത്തെയും ദൈവത്തിൽ ഒന്നായി ചേർക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ള ആശയങ്ങളാണ് ഇതിനകത്ത് 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 3 നമുക്ക് അടുത്ത ദിവസം കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. There was a question, right? ഒന്ന് വായിച്ച ക്വസ്റ്റ്യൻ. According to Paul, Christ came to redeem and reconcile fallen mankind. However, why didn't Christ come immediately after humanity's fall? As rescuers would provide immediate help following an accident. അത് ക്രിസ്തു വരെ നമ്മൾ ആ ചോദ്യത്തിന്റെ പ്രസക്തി എവിടെ തുടങ്ങുന്നതെന്ന് അറിയാമോ? ഏതെന്റെ പറുദീസായി തുടങ്ങുന്ന. ഇപ്പൊ ചോദിച്ച് ചെല്ലുമ്പോഴത്തേന് ആദാം പഴം പറിച്ചപ്പോഴേ, അല്ലെങ്കിൽ ഹവ്വ പഴം പറിച്ചപ്പോഴേ കയ്യെ പിടിച്ചാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ അന്നേരം തന്നെ അതങ്ങ് ഹീൽ ചെയ്താൽ പോരായിരുന്നോ എന്നുള്ളതാണ്. സി, അപ്പൊ നമ്മുടെ യേശുക്രിസ്തു പിതാവാം ദൈവം തുടങ്ങിയ, ഇപ്പൊ നമ്മള് ശ്ലീഹാ നോയമ്പിലൂടെ പോവാണല്ലോ, 12 എന്നുള്ളതിന്റെ പ്രസക്തിയുണ്ട്. 12 ഗോത്രങ്ങൾ, യേശുക്രിസ്തു വന്ന 12 അപ്പോസ്തലന്മാർ അതിനെ പൂർത്തീകരിച്ചു. ആ റിഡംഷൻ ഉണ്ടായിക്കഴിഞ്ഞു, വീണ്ടെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞു. അറിയിപ്പിന് ശനിയാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് പാതാളത്തിൽ ഉയർത്തുന്ന ഒരു വാക്ക് തന്നെ അതിനുവേണ്ടിയുണ്ട്. അപ്പൊ പാതാളത്തിലേക്ക് പോയി അവിടെയുള്ളവരെയും വീണ്ടെടുത്തു. എന്നാൽ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത ആ മനുഷ്യവർഗം അവരെ പറുദീസയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ സെക്കൻഡ് കമ്മിങ്ങിന്റെ സമയത്ത് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ജീവനോടിരിക്കുന്നവരായ നാം രൂപാന്തരപ്പെടും, വാങ്ങിപ്പോയവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയൊരു ശരീരം നൽകും. അവരെ വീണ്ടെടുപ്പ് ലഭ്യമായി കഴിഞ്ഞു, അവർക്ക് പുതിയൊരു ശരീരം നൽകും. നാം മരിക്കുകയില്ല, നാം എല്ലാവരും മരിക്കുകയില്ല നിശ്ചയം. നമുക്ക് എന്ത് സംഭവിക്കും? രൂപാന്തരം സംഭവിക്കും. നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ ബോഡി ട്രാൻസ്ഫോർം ചെയ്യും. മരണം എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമേ അല്ല കേട്ടോ. അപ്പം ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇതാണ്, മരിക്കത്തില്ല, രൂപാന്തരപ്പെടും. ഇപ്പൊ മോശ മരണം കണ്ടു, അടക്കപ്പെട്ടു. ഏലിയാവ് മരണം കണ്ടില്ല, എടുക്കപ്പെട്ടു. പക്ഷെ അവർ രണ്ടുപേരും യേശുക്രിസ്തുവിനോടുകൂടി ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തില് യേശുക്രിസ്തുവിനോട് ചേർന്ന് മോശ ഏലിയാവ് മലമേലിരുന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ യഥാർത്ഥ പിക്ചർ എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പൗലോസ് ശ്ലീഹായുടെ ഈ ആശയം പഠിപ്പിക്കുന്ന അച്ഛൻ ആ ഒരു അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കിത് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് എസ്കറ്റോളജിയുടെ ആ അധ്യായം പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരവ് എഴുതിയിട്ടുണ്ട്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എങ്കിലും വീണ്ടും പിശാചിനാൽ പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യത നമുക്ക് എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ അതിനാണ് നമ്മുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത്. ഫ്രീ വില്ല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ലഭ്യമായിട്ടുള്ള രക്ഷ, അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരണം, യേശുക്രിസ്തു എന്തൊക്കെ ചെയ്തു. ഇനിയും പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി അവിടെ വീണ്ടെടുക്കാൻ വേണ്ടി പാതാളത്തിലേക്ക് കർത്താവ് വീണ്ടും ഇറങ്ങുന്ന കാര്യമില്ല. അതിനുവേണ്ടി പകരം നമുക്കൊരു കാര്യം നൽകുക. അതുകൊണ്ടാണ് 1 Corinthians 11:23
ഈ വിശുദ്ധ കുർബാനയെ പറ്റി അടുത്ത അധ്യായത്തിൽ അച്ഛൻ പറയുന്ന അധ്യായത്തിൽ ഇത് അച്ഛന് അങ്ങനെ വിശദമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഈ ചോദ്യത്തിന്റെ ഉത്തരം അതുമായിട്ട് ചേർന്ന് വരുന്നതായതുകൊണ്ട് സൂചിപ്പിക്കുക. പാതാളത്തിൽ പോയി ഇനി വീണ്ടെടുക്കുന്നില്ല, അതിന് പകരം നമുക്കൊരു സംഭവം നൽകി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ. എന്റെ മാംസം തിന്നെ എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കണ്ടോ? അപ്പൊ യേശുക്രിസ്തുവിന്റെ അവിടെ പോയി ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് പകരം വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി നൽകി. അപ്പൊ അങ്ങനെ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമുക്ക് നിത്യജീവന്റെ അവകാശമുണ്ട്. ആചാരം ശീലം എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് നിത്യജീവന്റെ ആ ഒരു അവകാശം നമുക്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാ. ഇപ്പൊ കള്ളു കുടിച്ചിട്ട് പോയ മത്തായി ചേട്ടനും കുശുമ്പ് പറഞ്ഞിട്ട് പോയ അന്നാമ്മച്ചെടുത്തി മരിക്കുമ്പോൾ ദേഹത്ത് ശോശപ്പായിടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു സാധ്യതയുണ്ട്. കർത്താവെ, ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും നിന്റെ കരുണയുടെ കടലിൽ അത് സമുദ്രത്തിലെ ഒരു തുള്ളി ചെളി പോലെ മാത്രം ഇരിക്കുന്നു. ഒരു വലിയ കരുണാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലല്ലോ. ഞങ്ങളുടെ പാപം അസംഖ്യമാണ്, പക്ഷെ നിനക്ക് അതൊരു തുള്ളി ചെളി പോലെ മാത്രം. 120 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിരുന്ന് ചെയ്യുന്ന പാപങ്ങൾ പോലും ദൈവത്തിന്റെ കരുണ എന്ന വാക്ക് വീണ്ടും കരുണാസമുദ്രത്തെങ്കിൽ ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ പാപത്തിന് മോചനം അപേക്ഷിച്ചുകൊണ്ട് ദൈനംദിനമായ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. വീഴ്ച എഴുന്നേൽപ്പ് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവത്തോടു കൂടി അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് എന്തുകൊണ്ട് വിടുവിച്ച് ഈ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നുകൊണ്ട് മാറാനാത്ത എന്നൊക്കെ പൗലോസ്ലിഹ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്കറിയാം, അപ്പോസ്തലന്മാരുടെ കാലത്ത് ഇവരെല്ലാം കൊണ്ടുവന്ന് വിറ്റ്, അപ്പോസ്തലന്മാർ ഉൾപ്പെടെ വിചാരിച്ചിരുന്ന വരവ് പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാ. പക്ഷെ വന്നില്ല. കർത്താവിന്റെ വരവ് താമസിക്കും തോറും അതൊരു കൃപാ യുഗമായി പത്രോസ്ലിഹായും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതേ അർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയുടെ തിയോളജി അല്ല കൃപായുഗം എന്നുള്ളത്, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവം ദീർഘക്ഷമയോടെ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ നമുക്ക് ഫ്രീ വിൽ എന്ന് പറഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് ഒരു റോബോട്ടിക് യാന്ത്രികമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയല്ല. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ട് പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കുക. അതായിരുന്നോ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് തോമസ് സക്കറിയ ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാം. അതെ അതെ അതെ, ഇത്രേ ഉള്ളൂ. ആദാം പഴം പറിച്ചപ്പോ കയ്യെ പിടിക്കാൻ എന്നാന്നുള്ള ചോദ്യം. ഓക്കെ, അടുത്തത്. ഒരു ക്വസ്റ്റ്യനല്ലേ, നമ്മള് വളരെ യേശുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുകയും വളരെ വിശുദ്ധമായിട്ട് ജീവിച്ച് പോയവരും പിന്നെ അവസാനം പിന്നെ നമ്മള് ഈ ജീവിതം മുഴുവൻ ഇല്ല, ബാപ്റ്റിസം എടുത്തു, കുർബാന എടുത്തു, എന്നാലും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവസാനം നമ്മള് ഒരു ശോഷപ്പെട്ടതിന്റെ പേര് മാത്രം നമ്മള് ഇത് പിന്നെ എന്താ പറയുന്നത്, യേശുവിന്റെ രണ്ടാം വരവിൽ കാണപ്പെടുമോ? അറിയില്ല ജോളി ആന്റി. പക്ഷെ ഒരു പ്രത്യാശ നമുക്കുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുള്ള സംസർഗത്തിന്റെ പ്രത്യാശ. ഈ ആന്റി ചോദിച്ചത് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിൽ തിങ്കളാഴ്ച നമസ്കാരത്തിലെ ഒരു രഹസ്യ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നുള്ള ഒരു കാര്യമാണ്. ശരീരവും ആത്മാവും ഒരുമിച്ചിരിക്കുമ്പോൾ അവയ്ക്ക് നിന്നോട് അപേക്ഷിപ്പാൻ കഴിയുന്നത് പോലെ ശരീരവും ആത്മാവും വേർപെട്ടതിന് ശേഷം ഞങ്ങളുടെ പാപങ്ങളെപ്പറ്റി അപേക്ഷിപ്പാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനോടിരിക്കുമ്പോൾ സാധിച്ചതുപോലെ സാധിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അപ്പം ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുവനും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പം ആന്റി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഒരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. ആ കപ്പലിൽ ലൈഫ് ബോട്ട് ഉണ്ടെന്നും പറഞ്ഞ്, നല്ല ലൈഫ് ബോട്ടുകളാണ് കപ്പലിൽ, ലൈഫ് ബോട്ട് ഉണ്ട്. നമ്മൾ കപ്പലിൽ ഇങ്ങനെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കപ്പലിൽ ലൈഫ് ബോട്ട് ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരും എടുത്ത് സമുദ്രത്തിൽ ചാടുവോ? ഒരുവിധം ബോധമുള്ളവർ ചാടുവോ? ചാടത്തില്ല. അപ്പൊ അതാണ് എനിക്ക് അത്ര ഉള്ളു ഉത്തരം പറയാനായിട്ട്. പക്ഷെ എങ്കിൽ പോലും അഥവാ ചാടിപ്പോയവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. വായ് അവർ ഈ കപ്പലിൽ കയറി യാത്ര ചെയ്തു. അതാണ് യേശുക്രിസ്തുവിന്റെ ശരീര രക്തമുള്ള സംസർഗം. അവര് പകുതി വഴി വന്നപ്പോൾ ചാടിപ്പോയാണല്ലോ കർത്താവേ, നീ അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കണമേ. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? 2 കാരണങ്ങൾ കൊണ്ടാ. ഒന്ന്,
സെക്കൻഡ് തിമത്തി ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 18. 2 തിമോത്തിയോസ് 1:18 മരിച്ചുപോയ ഒനേസിഫോറസിന്റെ വീട്ടിൽ ചെന്നിട്ട് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ ദൈവം അവനെ സംഗതിയാക്കട്ടെ. ആ ദിവസം എന്ന് പറയുന്നത് ദ ലോർഡ്സ് ഡേ. നിങ്ങൾ ഈ കുറിയോസ് എന്ന് പറയുന്ന ഈ പറൂസിയയുടെയും അപ്പോകാലിപ്സ് എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ ന്യായവിധി സമയത്ത് ജഡ്ജ്മെന്റിന്റെ ടൈമില് ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ ഹിം എന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ആ മക്കളിൽ അപ്പൻ കരുണ ചെയ്യുന്നത് പോലെ പിതാവിന് തന്നെ മക്കളോട് കരുണ തോന്നും. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇത് പക്ഷെ അതൊരു അടയാളം, ശ്വാസപ്പാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അടയാളം മാത്രമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ മൂടിയിരുന്ന ശോശപ്പ ഇപ്പോൾ ഈ കള്ളുകുടിയന്റെ ദേഹത്ത് ഇട്ടുവിടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്കും അതിനേക്കാൾ ഉപരി അവന്റെ 120 വയസ്സ് വരെയുള്ള പാപങ്ങളെക്കാൾ ഉപരി അപേക്ഷിക്കുവാൻ കഴിവുള്ളവയാണ്, ശക്തിയുള്ളതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ബോധ്യത്തോടുകൂടി അയാൾ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ശോശപ്പായിട്ടുകൊണ്ട് എന്നാ പിന്നെ നിന്നെ 40 ദിവസം പോകച്ച് സ്വർഗത്തിൽ കയറ്റിയേക്കാന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആയിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്, ലൈഫ് ബോട്ട് ഉണ്ടെന്നും പറഞ്ഞ് വെള്ളത്തിലെടുത്ത് ചാടേണ്ട കാര്യമില്ല. ഒരുവിധം ബോധ്യത്തോടു കൂടി ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാത്ത ചില കേസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഈസ് everyone will be seen when Jesus second coming. ആ സെക്കൻഡ് കമ്മിങ് എന്നുള്ളത് എപ്പോഴും നമ്മളതൊരു ഇവന്റ് ആയിട്ട് കാണുന്നുവെങ്കിലും അനുദിനം നമ്മൾ അതിനു വേണ്ടി ഇന്ന് ഞാൻ ഇപ്പൊ പോകാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ ചോദ്യം. നമ്മുടെ സഭാ ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ട ക്രിയൽ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ എന്നുള്ള കുറിയലൈസ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴും നോയമ്പുപവാസങ്ങളിലൂടെ കടന്നുപോയി. ഇവിടെയെല്ലാം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വിശുദ്ധന്മാർ എന്ന് വിളിച്ചത്. അപ്പോൾ വിശുദ്ധന്മാരെന്നൊക്കെ വിളിക്കുമ്പോൾ ഈ കൊരിന്തിലെ വിശുദ്ധന്മാർ, എഫേസോസിലെ വിശുദ്ധന്മാരെ വന്ദനം ചൊല്ലുന്നു എന്നൊക്കെ പറയുന്ന സമയത്തെ, ഇപ്പം ഡിട്രോയിറ്റിലെ വിശുദ്ധൻ, ഷിക്കാഗോയിലെ വിശുദ്ധരെ വന്ദനം ചൊല്ലുന്നു എന്നൊക്കെ പറയുമ്പം എന്റെ പ്രസംഗം കേട്ടോണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവര് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒന്നുകൂടെ ചിരിച്ചിട്ട് കിടന്നുറങ്ങും അല്ലേ? അപ്പം അത് ആ അർത്ഥത്തിലല്ല. അത് മനസ്സിലായോ ജോളി ആന്റി? ഒന്ന് പറയാമോ? നമ്മള് എല്ലാ ദിവസവും വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ സാധിക്കുള്ളൂ, ദൈവമാണ് കാരണം. ദൈവത്തിന്റെ കാരണം ആ നാള് നാഴികയെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ കൂടിയോ അറിയുന്നില്ല എന്നാ പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ആ ഒരു അധികാരത്തിലിരിക്കുന്ന കാര്യം, ആ ന്യായവിധി ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ പറ്റി നമ്മളൊന്നും ചെയ്യുന്നില്ല. വാട്ട് വി ക്യാൻ ഡു ഓൺലി വി ക്യാൻ പ്ലീഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നുള്ളതേ ഉള്ളൂ. ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കാവുന്നല്ലാതെ അത് പ്രത്യാശയും നമുക്ക് നല്ലതാണ്. ആ പ്രത്യാശ, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് സകലവും സ്നേഹത്തിൽ സമ്പൂർണമായേ തീരുവുള്ളൂ. ഇപ്പൊ കുറച്ചുകൂടെ ആഴമായിട്ട് DOC കോഴ്സ് ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പക്ഷെ അതിന്റെ അർത്ഥത്തിൽ അത് മനസ്സിലാക്കണം. ഒസ്താത്തിയസിർമേനി ഞങ്ങളെ തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം പിശാച് വരെ മാനസാന്തരപ്പെടും. കാരണം ദൈവം കംപ്ലീറ്റ് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സ്വർഗവും ഭൂമിയും അവനിൽ ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ ദൈവം ക്രിയേറ്റ് ചെയ്തതല്ല, അവരുടെ അഹങ്കാരം കൊണ്ട് വീണുപോയ മാലാഖമാരാണ് പിശാച്, ലൂസിഫർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അവര് മാനസാന്തരപ്പെട്ട് വരുമെന്ന് അതായിരുന്നു തിരുവേണ്ട കാഴ്ചപ്പാട്. ആന്റി ചോദിച്ച ഇതേ ചോദ്യം ഞങ്ങളന്ന് ചോദിച്ചു. ഇവിടെ തിന്മയിൽ ജീവിക്കുന്നവരോട് നമ്മളിത് പറഞ്ഞ എന്താ പിന്നെ കർത്താവ് രക്ഷിച്ചോളുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അവരിരുന്നോളുമല്ലോ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ആ അർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയുന്നു, കപ്പലിൽ ലൈഫ് ബോട്ട് ഉണ്ടെന്ന് കരുതി വെള്ളത്തിൽ ചാടുക എന്നുള്ളത് ഒരുവിധം ബോധമുള്ളവരാരും ചെയ്യുന്ന കാര്യമല്ല എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യം. ദൈനംദിനം നമ്മുടെ പാപങ്ങൾക്ക് വിമോചനം അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കള്ളുകുടിയന്മാരെ മാത്രമൊന്നുമല്ല ഞാനൊരു സൂചന പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മളെക്കാൾ എത്രയോ ഭേദമാണ് കള്ളു കുടിക്കുന്നവരെന്ന് ഞാൻ ഓർക്കും. അവർക്ക് കുറച്ചേലും ഒരു മനസാക്ഷിയും പേടിയും ഒക്കെ ഉണ്ട് പല കാര്യങ്ങളിലും. നമുക്ക് ആത്മീയതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് യാതൊരു പേടിയുമില്ല. ഉള്ളിന്റെ ഉള്ളിൽ പുറമേ കാണുമ്പോൾ നമുക്ക് അവരെ കുറ്റം വിധിക്കാൻ എളുപ്പമാണ്.
പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് യാതൊന്നുമില്ല എന്നുള്ളത്. ആരാ കൈ റെക്കോർഡിംഗ് ആണോ? കൈ കാണിച്ചത് ഓക്കെ ആണോ? ഓക്കെ അല്ല, ആക്ച്വലി ക്ലാപ്പിന്റെ സിഗ്നൽ ഇടാൻ ആയിട്ടൊന്നും ഓക്കെ പക്ഷെ ഓക്കെ ഓക്കെ അംഗീകരിച്ചിരിക്കുന്നു. വേറെ ചോദ്യങ്ങളുണ്ടോ? ഒന്നും ചാറ്റിൽ കാണുന്നില്ല അച്ഛാ, വേറെ ഒന്നും കാണുന്നില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സമയം അനുവദിക്കുന്നുവെങ്കിൽ ചോദിക്കാം. ഏത് വിഷയമാകാം, നിങ്ങൾക്ക് പഠിച്ച വിഷയം ഇതിനോട് ബന്ധപ്പെട്ടോ അല്ലാതെയോ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ അറിയാവുന്നതാണ് പറഞ്ഞുതരാം, ഇല്ല പഠിച്ചേച്ച് പിന്നെ പറയാം. അച്ഛനെ ഞാൻ ഇത് ചോദിക്കാൻ, അച്ഛൻ അതിന്റെ ഇടയ്ക്ക് ഈ കരുണ, നമ്മൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ എന്നുള്ളത് എപ്പോഴും പറയണം എന്നുള്ള ഒരിത് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആരും ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണെന്നുള്ളതാണ് ഒരു നമ്മളെ അങ്ങനെ കൂടുതൽ ആളുകൾ പഠിപ്പിക്കുന്നുമില്ല, പക്ഷെ നമ്മളെ ചെയ്യുന്നുമില്ല. അത് നമുക്ക് ഈ ഓർത്തഡോക്സ് ആരാധനയിലെ നമ്മുടെ ഓർത്തഡോക്സ് ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡൈനാമിസം എന്നാ പറയുന്നത്. എപ്പോഴും നമ്മൾ ഡൈനാമിക് ആയിട്ടിരിക്കുന്നതാ. അവിടെ എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. നമ്മൾ ഈ ബാറ്ററി കുത്തിയിട്ട് ചാർജ് ചെയ്യുന്ന പോലെ ഒരു കാര്യമാണ് ജീസസ് പ്രയർ എന്ന് പറയുന്നത്, യേശുനാമ പ്രാർത്ഥന. അവിടുത്തെ ദാവീദ് പുത്ര യേശുവെ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ, ദൈവമേ മഹാഭാവിയാനോട് കരുണ ചെയ്യണമേ. ഇത് ധാരാളം പേരുടെ പ്രാർത്ഥനയും അവര് ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു. വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ തെയോസിസ് എന്നുള്ളതിന്റെ ആദ്യത്തെ പടിയാണ് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത്, നീതി. ദൈവത്തിന്റെ കരുണയിൽ നമ്മളത് റെക്കൺസൈൽ ചെയ്ത് ദൈവം നമ്മളോട് ക്ഷമിച്ച് അവന്റെ സ്നേഹത്തിൽ നമ്മളെ ആക്കി ചേർക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അത് പ്രത്യേകിച്ച് നൊയമ്പ് ഉപവാസങ്ങളിലൂടെ നമ്മുടെ ഈ ഓരോ പ്രാർത്ഥനകളും കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തെ നിങ്ങൾ ഈ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും കളിയാക്കും. പക്ഷെ അതിന്റെ കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്നെ അങ്ങനെ പറയത്തില്ല. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവെ ഉത്തരം അരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി, എന്നേക്ക് ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി, ബാറയ്ക്കുമോ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഓരോ യാമപ്രാർത്ഥനകളും അവസാനിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ അത് ദൈനംദിനമായി നമ്മളെപ്പോഴും നടപ്പിലും എടുപ്പിലും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, കർത്താവെ കരുണ ചെയ്യണം എന്നുള്ളത്. അച്ഛൻ ഈ 120 വയസ്സ് വരെ എന്നൊരു കാര്യം പറഞ്ഞു, അത് എന്തെങ്കിലും പ്രത്യേക ഇത് കൊണ്ട് പറഞ്ഞ? ഇപ്പൊ 120 കൂടുതൽ പ്രായമുള്ളവരാരും ഇല്ലല്ലോ, അതുകൊണ്ടാ. മോശയ്ക്ക് ജീവിതത്തിൽ 120 വയസ്സായിരുന്നു. മോശയ്ക്ക് 3 ലൈഫ് സ്പാനാ, 40 അങ്ങനെ 3 12. ആദ്യത്തെ 40 വർഷം രാജകുമാരനായിട്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ചു. അടുത്ത 40 വർഷം ഒന്നുമില്ലാത്തവനായി ആട്ടിടയനായിട്ട് മാറി. 80-ാം വയസ്സിലാണ് പിന്നെ ജനത്തെ നയിക്കാൻ 40 വർഷം മരുഭൂമി കൂടെ നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് 120. എന്നാൽ ഇപ്പൊ 120 കൂടുതൽ ആരും ജീവിക്കുന്നവരില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ജീവിച്ചാലും അത്രയും നാളിരുന്ന് ചെയ്യുന്ന പാപം പോലും എന്ന് പറയാൻ വേണ്ടി ഒരു സൂചനയായിട്ടെന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 120 വരെ ഒന്നും നമ്മൾ ഇരിക്കത്തില്ല, പേടിക്കണ്ട. ഷിജോ അത്രയൊന്നും ആഗ്രഹിക്കണ്ട ഷിജോ, 120 വരെ ആഗ്രഹമൊന്നുമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞ ചാച്ചാൻ കുർബാന കഴിഞ്ഞിട്ട് ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി സഫർ ചെയ്യുമ്പോ ഇനി ഞങ്ങൾ സംശയമൊന്നും ചോദിക്കുന്നില്ല. ഓക്കെ, പ്രാർത്ഥിച്ചു അവസാനം. പരിശുദ്ധ പിതാവേ, ശുദ്ധമുള്ളതിന്റെ നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാ, ഞങ്ങൾ ശ്രീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കുടിയേറ്റ കാഴ്ചവശകൊള്ളണം. ദൈവമായ കർത്താവെ, നേരൊക്കെലും കാലമൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും, കർത്താവെ പ്രിയപ്പെട്ടവരോടും, ഞങ്ങളുടെ ഈ ദിവ്യബോധനത്തിന്റെ പാഠ്യപദ്ധതിയോടും ഇപ്പോഴും എന്നേക്കും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. മിടുക്കരായതുകൊണ്ട് സമ്മറി ഒക്കെ എഴുതി തുടങ്ങിക്കോണം, പെട്ടെന്ന് പടപെടാന്ന്. ചിലർ എഴുതി തീർത്തുന്നായിരിക്കും മനസ്സിലാക്കുന്നത്. വെരി ഗുഡ്. ബാക്കിയുള്ളവർ നമ്മൾ കയറാൻ പറയണം, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയണം. താങ്ക് യു. ഗുഡ് നൈറ്റ് എവരിവൺ.